ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഐഫോണിലെ പല യൂസേഴ്സും പറയുന്ന ഒരു കാര്യമാണ് നമുക്കൊരു റെക്കോർഡ് ചെയ്തിട്ടുള്ള ഓഡിയോയിൽ നിന്ന് നോയിസ് റിഡക്ഷൻ ചെയ്യാൻ പോലും ഒരു ആപ്പ് ഇല്ല, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പി സിയിലോട്ടൊക്കെ ഇട്ടിട്ട് വേണം നോയിസ് റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതെല്ലാം നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ തന്നെ ചെയ്യാൻ ഐഫോണിൽ കഴിയും. സോ ഇതുപോലെയുള്ള അടിപൊളി 3 ഓഡിയോ ട്രിക്സ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. നമുക്ക് ഐഫോണിലുള്ള വോയിസ് റെക്കോർഡറാണ് വോയിസ് മെമ്മോസ്. ഇതിൽ നിന്ന് നിങ്ങൾ ഏത് ഓഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാലും ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് നോയിസ് റിഡക്ഷൻ ചെയ്യാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഓഡിയോ റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് ആ ഒരു ഓഡിയോ ഫയലിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലായിട്ട് 3 ഡോട്ട് കാണാം. അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യാം. എന്നിട്ട് താഴെ നമുക്ക് എഡിറ്റ് റെക്കോർഡിംഗ് എന്നുണ്ടാവും, അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഏറ്റവും മുകളിലായിട്ട് ഒരു മാജിക് പെന്ന് പോലത്തെ ഒരു ഐക്കൺ കാണാം, അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യാം. അത് ചെയ്തതിന് ശേഷം താഴെ ഡൺ എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾ ആ ഒരു ഓഡിയോ ഒന്നും കൂടി പ്ലേ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോയിസ് റിഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തൊരു കംപ്ലയിൻറ്റ് സാധാരണയായിട്ട് യൂസേഴ്സ് പറയാറുള്ളത് നമുക്ക് വോയിസ് റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് പോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ള. പക്ഷേ അതിനും നമുക്ക് ഐഫോണിൽ ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മുകളിലായിട്ട് ചെറിയൊരു ബാർ കാണും. അത് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഇൻ്റർഫേസ് കാണും. ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഓരോ ഓഡിയോൻ്റെ വേവും അതുപോലെ പോസ് ബട്ടനും പ്ലേ ബാക്കും എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും താഴെയുള്ള ബട്ടൻ്റെ മുകളിൽ ടാപ്പ് ചെയ്താൽ മതി. ഇനി റെസ്യൂം ചെയ്യാനും അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്താൽ മതി. അതുപോലെ നമ്മുടെ വോയിസ് റെക്കോർഡിങ്ങിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് പോയതിന് ശേഷം അവിടെ റിപ്ലേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം പുതുതായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് പിന്നെയും എൻഡിങ്ങിൽ വന്നിട്ട് ഈ റെക്കോർഡിങ് തന്നെ പിന്നെയും സ്റ്റാർട്ട് ചെയ്യാനും കഴിയും. അങ്ങനെ എല്ലാ തരത്തിലുള്ള സെറ്റിങ്സ് ഉണ്ട്. ആൻഡ് ഓൾസോ നമുക്കിനി ട്രിം ചെയ്യണമെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിലും ഒക്കെ അതിനും ഓപ്ഷൻ ഉണ്ട്. അതിന് മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ ഒരു ഐക്കൺ കാണാം, അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഈ സ്ലൈഡേഴ്സ് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ട് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റോ അല്ലെങ്കിൽ ട്രിമ്മോ ചെയ്യാനും പറ്റും. അങ്ങനെ എല്ലാ സെറ്റിങ്സും നമുക്ക് ഓൾറെഡി വോയിസ് മെമ്മോസിൽ അവൈലബിൾ ആണ്. ഫൈനൽ ടിപ്പ് സെറ്റിങ്സിലാണ്. സോ സെറ്റിങ്സ് ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് മെമ്മോസ് എന്നുള്ളൊരു സെക്ഷൻ കാണാം, അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് ഓഡിയോ ക്വാളിറ്റി എന്നുണ്ടാവും, അത് സെലക്ട് ചെയ്യുക. ആൻഡ് ഇവിടുന്ന് കംപ്രസ്ഡ് അല്ലെങ്കിൽ ലോസ്ലെസ് എന്നുള്ള 2 ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ ലോസ്ലെസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഓഡിയോ നല്ല ഹൈ ക്വാളിറ്റിയിലായിരിക്കും റെക്കോർഡാകുക. ഇനി നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അത് പിന്നീട് നിങ്ങൾ ഏതെങ്കിലും ഡിവൈസിലൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ക്വാളിറ്റി ലോസ് ഉണ്ടാവില്ല. പക്ഷേ ഒരൊറ്റ പ്രശ്നമുണ്ട്, ഇത്തിരി ഫയൽ സൈസ് കൂടുതലായിരിക്കും. ആ ഒരു പ്രശ്നം വെച്ച് ബാക്കി എല്ലാം കൊണ്ടും ലോസ്ലെസ്സിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റി ഓഡിയോസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ 3 ഓഡിയോ ട്രിക്സ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു നോട്ടിഫിക്കേഷനും കൂടെ കിട്ടും. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.